Jesus, I my cross have taken, all to live and follow thee. Destitute, despised, forsaken, thou from hence my all shall be. Perish every fond ambition, all I've sought or hoped or known. Yet how rich is my condition, God and heaven are still my own. Men make trouble and distress me, 12 bars drive me to thy breast. Life with trials hard may press me, and will give me sweeter rest. For it is not in grief to harm me, while thy love is left to me. Oh, 'twere not in joy to charm me, if it is apart from thee. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. Jesus said, if anyone who wants to follow me must put aside his own desires and conveniences and carry his cross with him every day and keep close to me. St. Luke chapter 9 verse 23. Dear sisters and brothers in Christ, കുരിശ് അഥവാ കഷ്ടത സഹിക്കുവാനുള്ള ഒരു വിളിയാണ് ദൈവശുശ്രൂഷകന്മാരും അനുഗാമികളും പ്രാപിച്ചിരിക്കുന്നത്. പെന്തിക്കോസ്തിക്ക് ശേഷം 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം പ്രാപിച്ചിരിക്കുന്ന ഈ വിളിയെ സഹനത്തിനായുള്ള വിളി, സമർപ്പണത്തിനായുള്ള വിളി, രക്ഷയ്ക്കായുള്ള വിളി എന്നീ നിലകളിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. കുരിശ് വഹിക്കുവാനുള്ള യേശുവിൻ്റെ ഈ വിളിയെ പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിളിയായിട്ടാണ് പലർക്കും തോന്നാറുള്ളത്. അതിന് കാരണമായി അവർ പറയുന്നത്, യേശു തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ക്രൂശിതനായത്. പാപനിമിത്തം തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളും പങ്കപ്പാടുകളും പീഡകളും എല്ലാം തങ്ങൾക്ക് വേണ്ടി യേശു തന്മേലേറ്റെടുത്തു. തങ്ങളുടെ സകല പാപങ്ങളും അതോടനുബന്ധിച്ചുള്ള സകല കഷ്ടതകളും യേശു കുരിശിൽ ചുമന്ന് ഒഴിച്ചു കളഞ്ഞു. ഇനി തങ്ങളെന്തിനാണ് കഷ്ടതകൾ സഹിക്കേണ്ടത്? തങ്ങൾ കഷ്ടതകൾ സഹിക്കാതിരിക്കേണ്ടതിനാണല്ലോ യേശു കഷ്ടതകൾ സഹിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് സർവ്വലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി മാനവകുലത്തിന് രക്ഷ നൽകുവാനായി യേശു ക്രൂശിൽ യാഗമായി മാറി. അതുകൊണ്ട് മാനവരാശിക്ക് രക്ഷ ലഭിക്കണം എന്നില്ല. യേശു രക്ഷ കൊടുത്തത് കൊണ്ട് എങ്ങനെയാണ് മാനവരാശിക്ക് രക്ഷ ലഭിക്കുന്നത്? യേശു നമുക്ക് നേടിത്തന്ന ആ രക്ഷയെ നാം സ്വീകരിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണോ യേശു കുരിശിൽ മരിച്ചത്, അത് നാം മനസ്സിലാക്കി, നാം അത് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് ആ യേശുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി നാം സ്വീകരിച്ച് ഏറ്റുപറയുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആരെങ്കിലും യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ
അവൻ ചെയ്യേണ്ട കാര്യമാണ് യേശു പറഞ്ഞത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് മാനവജാതി ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല, അവൻ്റെ ജീവിതകാലത്തിൽ ഉടനീളം ചെയ്യേണ്ടതാണ്. കുരിശ് വഹിക്കുക, ത്യാഗം സഹിക്കുക, ആത്മസമർപ്പണം, ആത്മത്യാഗം. കാരണം യേശുവിൻ്റെ വഴി സുഗമമായ വഴിയല്ല. ഇത്രയും നാൾ പാപത്തിലകപ്പെട്ട മനുഷ്യകുലം ജീവിച്ച ആ മാർഗമല്ല യേശുവിൻ്റെ മാർഗം. അത് സത്യത്തിൻ്റെ മാർഗമാണ്, നേരിൻ്റെ മാർഗമാണ്, നീതിയുടെ മാർഗമാണ്, പ്രകാശത്തിൻ്റെ മാർഗമാണ്. അവിടെ അനീതിയില്ല, അവിടെ ഇരുട്ടില്ല. ഇത്രയും നാൾ കൊലപാതകനായി, വ്യഭിചാരിയായി, ദുഷ്കർമ്മിയായി, വെറുക്കൂത്തുകാരനായി, മദ്യപനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അതുമാത്രമല്ല അവൻ്റെ തെറ്റായ ആറ്റിറ്റ്യൂഡുകൾ, അവൻ്റെ മനസ്സുകൊണ്ടവൻ ചെയ്യുന്ന കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, അതുപോലെയുള്ള മഹാപാപങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിക്ക് യേശുവിൻ്റെ മാർഗത്തിൽ ചരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനവൻ ഒരുപാട് ത്യാഗം ചെയ്യണം. അതിനാണ് കഷ്ടത അനുഭവിക്കുക അല്ലെങ്കിൽ കുരിശ് വഹിക്കുക എന്ന് പറയുന്നത്. ഇത്രയും നാൾ ഭോഷ്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുവന് യേശുവിനെ അനുഗമിച്ച ശേഷം ഭോഷ്ക് പറയണം, അല്ലെങ്കിൽ കള്ളം പറയണം, വ്യാജത്തിൽ നടക്കണമെന്ന് പറയുവാൻ സാധ്യമല്ല. അങ്ങനെ അവന് നടക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവൻ ആ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല. വ്യഭിചാരത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ മാർഗത്തിൽ വന്ന് പിന്നെയും അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. അതെല്ലാം അവൻ ഉപേക്ഷിക്കേണ്ടതായി വരും. ഇത് അവന് വളരെ മനപ്രയാസമുണ്ടാക്കുന്ന, കഷ്ടത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതാണ് കുരിശ് എന്ന് പറയുന്നത്. യേശു ഇവിടെ കുരിശ് എന്നർത്ഥമാക്കിയത് ഇതാണ്. നാം നമ്മുടെ ദുസ്വഭാവങ്ങൾ, ദുഷ്ടസ്വഭാവങ്ങൾ വിട്ടൊഴിയുന്നത് വളരെ വേദനാജനകമാണ്. അത് നമ്മളെ അങ്ങനെ വിട്ടുപോകുന്നത് വളരെ വേദനയോടുകൂടെ മാത്രമേ അതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വളരെ വേദനയാണ്. നമ്മിൽ നിന്നും അത് പറിച്ചെറിയണമെങ്കിൽ അതിന് നാം വില കൊടുക്കണം. യേശുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് അത് പ്രകാശത്തിൻ്റെ മാർഗമാണ്. അവിടെ യാതൊരു അനീതിക്കും സ്ഥാനമില്ല. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും യേശുക്രിസ്തുവിൻ്റെ ഈ മാർഗത്തിൽ, ഈ പാതയിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് നമുക്ക് അനുരൂപപ്പെടുവാൻ സാധ്യമല്ല. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് നാം ദിനം പ്രതി ആരായണം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യുവാൻ പാടുള്ളൂ. അതനുസരിച്ച് നാം നമ്മുടെ മനസ്സ് പുതുക്കി നാൾതോറും രൂപാന്തരപ്പെടണം. അനുനിമിഷം നാം രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ആ രൂപാന്തരത്തിന്, അല്ലെങ്കിൽ ആ കഷ്ടതകൾ പാപങ്ങൾ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ അനീതിയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്ന ആ പ്രോസസ്സ് വളരെ വേദനാജനകമാണ്. അത് കഷ്ടതയാണ്. അതാണ് കുരിശ്. നാം അനുഭവിച്ച ഈ രക്ഷ, ഈ മഹാവലിയ രക്ഷ, ഈ മഹാവലിയ സന്തോഷം നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുമ്പോൾ, അപ്പോഴും നമുക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരും. ഈ സത്യസുവിശേഷം കേൾക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും
അവരുടേതായ വഴികളിൽ നടക്കണം. അതാണ് സുഖം. അവിടെയാണ് അവർക്ക് സ്വസ്ഥത കിട്ടുന്നത്. സത്യമാർഗത്തിൽ അവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെ ആനയിക്കുക എന്നാൽ അവർ അപ്പോൾ അസ്വസ്ഥരാകും. അപ്പോൾ യേശുവിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോഴും നമുക്ക് കഷ്ടതകൾ സഹിക്കേണ്ടതായി വരും. മറ്റുള്ളവരെ ഈ സത്യപാതയിലേക്ക് ആനയിക്കുവാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ചെയ്യുന്ന ആളുകൾക്ക് കഷ്ടത ഉളവാക്കും. കുരിശാണ് കൊടുക്കുന്നത്. അവരുടെ ജീവന് തന്നെ അത് ആപത്താണ്. അനേകായിരങ്ങൾ, അനേക ലക്ഷം ആളുകൾ ഈ സത്യപാത മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഉദ്യമത്തിൽ തങ്ങളുടെ ജീവൻ കളയേണ്ടി വന്നു. അവർ രക്തസാക്ഷികളായി മാറുകയാണ് ഉണ്ടായത്. ക്രിസ്തു സഭയ്ക്ക് അനേക രക്തസാക്ഷികളുണ്ട്. അങ്ങനെ രക്തസാക്ഷികളായവരാണവർ. നാം ഈ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിനു വേണ്ടി, ആ മാർഗത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ, സ്വയം സമർപ്പിക്കുവാൻ, ആത്മസമർപ്പണത്തിന് തയ്യാറാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യേശു എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട്, സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പാതയിൽ ചരിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. ഇവിടെ വേഴ്സ് 27 യേശു പറയുകയാണ്, എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട്. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? അവിടെ നിൽക്കുന്ന ആരെങ്കിലും സ്വർഗരാജ്യം കണ്ടുവോ? ആ ദൈവരാജ്യ അനുഭവം അന്ന് അവിടെ കൂടി നിന്നവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യേശു കുരിശിതനായി മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തികളെ വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറയുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തികളെ അംഗീകരിച്ചവരിൽ ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. അതവരുടെ ഹൃദയത്തിലാണ്, ആത്മതലത്തിലുള്ള അവരുടെ അനുഭവമാണത്. ആൻ എക്സ്പീരിയൻസ് ഇൻ ദ സ്പിരിച്വൽ റം. അതുകൊണ്ടാണ് നാം പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന്. ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നവരാണ് ദൈവരാജ്യത്തിലുള്ളത്. അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിലുള്ളത്. അങ്ങനെയുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ കാണുകയുള്ളൂ. പിന്നെ എന്താണ് യേശുക്രിസ്തു ഈ വേഴ്സ് 27 ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ
ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് തന്നെ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 28 നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇക്കാര്യം ഒട്ട് സംഭവിച്ചിട്ടുമില്ല. ദൈവരാജ്യത്തെ പറ്റി നമുക്ക് ദ ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് കിങ്ഡം എന്നും പറയാം. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ് അവിടെ നടന്നത്. എന്താണ് ഈ ദൈവരാജ്യം? ദൈവം ഉള്ളിടമാണ് ദൈവരാജ്യം. ദൈവം എവിടെയുണ്ടോ അത് ദൈവരാജ്യമാണ്. ദൈവത്തിൻ്റെ റൂളാണ്, റെയിനാണ് അവിടെ നടക്കുന്നത്. യേശുക്രിസ്തു അന്ന് ആ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നപ്പോൾ അത് ദൈവരാജ്യമായിരുന്നു. പക്ഷേ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചിട്ടില്ല. യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ എന്ന് അവർ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. വിശ്വസിക്കണമോ വേണ്ടായോ എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ അവർക്കുണ്ടായിരുന്നത്. അവരെല്ലാം കേൾക്കും, ചില സമയം അവർ വിശ്വസിക്കും, ചിലപ്പോൾ വിശ്വസിക്കില്ല, അവർക്ക് സംശയമാണ്. തന്നെയുമല്ല, യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ അന്ന് നടന്നിട്ടുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഈ ഭൂമിയിലെ ആഗമനം അത് ദൈവരാജ്യം സ്ഥാപിക്കുവാനായിരുന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചവരിൽ ദൈവരാജ്യം ഉണ്ട്, അത് അവരുടെ ഹൃദയത്തിലാണ്. അതുപോലെ തന്നെ പറയുന്നു, ഇറ്റ്സ് എ നോട്ട് യെറ്റ് കിങ്ഡം, ഇതുവരെ വന്നിട്ടില്ല. അതായത് ദൈവരാജ്യത്തിൻ്റെ ആ സമ്പൂർത്തി, ആ കൺസമേഷൻ നടക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തിലാണ്. അന്നാണ് വിസിബിൾ കിങ്ഡം, അത് നാം കാണുന്നത്. വിസിബിൾ ഡിസ്പ്ലേ അന്നാണ്, കാണത്തക്കവണ്ണം ദൈവരാജ്യം കാണത്തക്കവണ്ണം സാധ്യമാകുന്നത് അന്നാണ്. ഇപ്പോൾ കാണത്തക്കവണ്ണമല്ല, അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. അപ്പോഴും സംശയം ബാക്കി നിൽക്കുകയാണ്. യേശു പറഞ്ഞ ആ കാര്യം, അതായത് ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? ഇത് സംഭവിക്കാത്ത കാര്യമാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതറിയണമെങ്കിൽ അടുത്ത വേഴ്സസ് നാം വായിക്കണം. അതായത് വേഴ്സസ് 28 through 36. അവിടെ നാം ഒരു കാര്യം കാണുന്നു. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിവ്യൂ യേശുക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുത്തു. അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ, ശിഷ്യന്മാർ പലരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ അല്ലാതെയും ഉണ്ടായിരുന്നു. യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പലരും ഉണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞത് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ. അത് ഞാൻ വായിക്കാം, വേഴ്സ് 28 ഓൺവേഴ്സ്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ പാപം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. യേശു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് പറയുകയാണ്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഈ പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു. ശിഷ്യന്മാരിലെ 3 പേരാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിവ്യൂ കണ്ടത്. എന്താണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇവരെ കാണിച്ചു കൊടുത്തു.
ഒരു സാമ്പിൾ അല്പം കാണിച്ചു കൊടുത്തു. അതായത് അവരെല്ലാം തേജസ്സിൽ അവിടെ പ്രത്യക്ഷരായി. പഴയ നിയമത്തിലുണ്ടായിരുന്ന ഈ മോശയും ഏലിയാവും ഒക്കെ അവിടെ വന്നു. അവർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയവരാണ്. പക്ഷേ ഇതാ യേശുവിൻ്റെ കൂടെ അവർ തേജസ്സിൽ കാണപ്പെടുകയാണ് ചെയ്തത്. യേശുവും തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലാണ് ഇവർ കണ്ടത്. അവൻ്റെ വസ്ത്രമെല്ലാം ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രമാത്രം തേജസ്സേറി, അത്രമാത്രം വെണ്മയുള്ള വസ്ത്രമായിട്ട് ഇവർ കണ്ടു. യേശുക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ദൈവരാജ്യം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എത്രമാത്രം സ്നേഹവാനായ ഒരു ദൈവമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ്. താൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ് ഈ ഭൂമിയിൽ ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്നത്, ദൈവരാജ്യം അതിൻ്റെ മഹാപ്രഭാവത്തോടെ ഈ ഭൂമിയിൽ വരുമ്പോൾ നാം എങ്ങനെയായിരിക്കും, അവിടെ യേശുക്രിസ്തു എങ്ങനെയായിരിക്കും, നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കും, ഇതെല്ലാം ഒരു ചെറിയ ഒരു ഗ്ലിംസ് യേശുക്രിസ്തു അവരെ കാണിക്കുകയാണ്. വേഴ്സ് 27 യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും അത് കാണുവാൻ പറ്റിയില്ല. നിൽക്കുന്ന ചിലർ, പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ് ആ ഒരു ഗ്ലിംസ് കാണുവാൻ പറ്റിയത്. നാം വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ നാം കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അത് തൻ്റെ പുനരാഗമനത്തിൽ ആണ് അത് സംഭവിക്കുന്നത്. നാം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർ, ദൈവ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. അവർ ദൈവത്തോട് കൂറുള്ളവരായിരിക്കും. ദൈവ വഴികളിൽ നടക്കുവാൻ അവർ എന്ത് ത്യാഗവും ചെയ്യും. അവർ കുരിശ് ചുമക്കും, അതായത് കഷ്ടതകൾ സഹിക്കും. അപ്രകാരം കഷ്ടതകൾ സഹിച്ച ഒരു യഹൂദ ബാലനായിരുന്നു ദാനിയേൽ. പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ദാനിയേലിനെ പറ്റി പഠിക്കാം. എന്തായിരുന്നു ദാനിയേൽ താൻ ആരാധിച്ചു വന്ന സത്യക ദൈവമായ യഹോവയെ പ്രതി കഷ്ടതകൾ സഹിച്ചത് എന്ന് ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സസ് 10-23 നോക്കാം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ 7th century BCE ഇസ്രായേൽ രാജ്യം ആക്രമിച്ച് കീഴടക്കി. അവിടെ നിന്ന് യഹൂദന്മാരെ ബാബേലിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. അതിലുണ്ടായിരുന്ന യഹൂദ ബാലന്മാരിൽ ഒരുവനായിരുന്നു ഈ ദാനിയേൽ. രാജാവ് ഈ ദാനിയേലിനെയും മറ്റ് 3 ബാലന്മാരെയും രാജധാനിയിലേക്ക് വരുത്തി. അതിന് കാരണമുണ്ടായിരുന്നു. ഇവിടെ ചാപ്റ്റർ 1 വേഴ്സ് 4 നാം വായിക്കുന്നു. അപ്പോൾ രാജാവ് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലെ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. പക്ഷേ ഈ ബാലന്മാർ അത് നിരസിച്ചു. ഇവിടെ വേഴ്സ് 8 നാം വായിക്കുന്നു, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ഇവരുടെ തന്നെ ആഗ്രഹപ്രകാരം അവർക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും മാത്രം നൽകപ്പെട്ടു. പക്ഷേ ഇവിടെ വേഴ്സ് 15 നാം വായിക്കുന്നു, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്താണെന്ന്. എന്നാൽ അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും
അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. തങ്ങൾ ആരാധിച്ചു വരുന്ന സത്യദൈവത്തിനു വേണ്ടി തന്നെത്താൻ അശുദ്ധമാക്കാതിരിപ്പാൻ ഈ ബാലന്മാർ ശ്രദ്ധിച്ചു. ഇനി ചാപ്റ്റർ 6 നാം വരികയാണെങ്കിൽ അവിടെ വേഴ്സ് 3 ദാനിയേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇതറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ദാനിയേലിനോട് അസൂയ തോന്നി. ഇവിടെ വേഴ്സ് 4 പറയുന്നു, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അവർക്കതിനെപ്പറ്റി ഒരു തീർച്ചയുണ്ടായിരുന്നു. ദാനിയേൽ ആരാധിച്ചു വരുന്നത് ഈ കൽദയരുടെ ദൈവത്തെ അല്ല, ഈ പാഷാണ്ഡ ദൈവത്തെ, മതങ്ങളിലെ ദൈവത്തെ അല്ല ദാനിയേൽ ആരാധിക്കുന്നത്, ബിംബങ്ങളെയല്ല ആരാധിക്കുന്നത്, ജീവനുള്ള സത്യേക ദൈവമായ യഹോവയെയാണ് ആരാധിക്കുന്നത് എന്ന് ഇവർക്കറിയാമായിരുന്നു. ആ ഒരു കാര്യത്തിലല്ലാതെ ഈ രാജ്യത്തിൻ്റെ ആ ഭരണക്രമത്തിലെ ഈ ദാനിയേലിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തിലെങ്ങും ഒരു തെറ്റോ കുറ്റമോ അവനിൽ കണ്ടെത്തുവാൻ ഈ പ്രധാനികൾക്ക് കഴിഞ്ഞില്ല. അവർ തക്കം വാർത്തിരുന്നെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ എന്തു ചെയ്തു? അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു കൽപ്പന എഴുതിപ്പിച്ചു. എന്തായിരുന്നു ആ കൽപ്പന? രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് അത് അനുസരിച്ചു, കൽപ്പന എഴുതി. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ എന്താണ് ദാനിയേൽ ചെയ്തത്? അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ടിരുന്നു. കാരണം ഈ ദാനിയേൽ യെരുശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് ഈ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് വന്ന ബാലനായിരുന്നു. ജെറുസലേമിലാണ് ദേവാലയമുള്ളത്, തൻ്റെ ദൈവത്തിൻ്റെ ആലയം അവിടെയാണ്. അപ്പോൾ ജെറുസലേമിന് നേരെ തുറന്നിട്ടിരുന്ന ആ കിളിവാതിലിന് കൂടെ നോക്കിക്കൊണ്ട്, ജെറുസലേമിനെ നോക്കിക്കൊണ്ട് ഈ ദാനിയേൽ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ അവർ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റ് യാതൊരു മനുഷ്യനോടോ ദേവനോടോ പ്രാർത്ഥിക്കരുതെന്ന് കൽപ്പിച്ചിട്ടില്ലേ? അത് അലംഘനീയമായ നിയമമാണ്. നിയമത്തിന് യാതൊരു അഴിവുമില്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് ഈ ദാനിയേൽ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ദാനിയേലിനെ ശിക്ഷിക്കണമെന്നാണ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ദാനിയേലിനെ ഈ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഈ ദാനിയേൽ. പക്ഷേ ഈ മഹത്തുക്കളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും എല്ലാവരും കൂടെ ആലോചിച്ച് രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതി മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടു. അങ്ങനെ ചെയ്തപ്പോൾ രാജാവിന് അവിടെ ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സിംഹങ്ങളുടെ ഗുഹയിലിടുവാൻ ഈ ദാനിയേലിനെ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. രാജാവ് പറയുകയാണ്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞു. ഒടുവിൽ ഈ ദാനിയേലിനെ
അവരുടെ ആവശ്യപ്രകാരം ഈ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. രാജാവ് ഒന്നും കഴിച്ചില്ല. രാജാവിന് സങ്കടമായിപ്പോയി. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടുകളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ദുഃഖത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും എല്ലാം സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദാനിയേൽ സേവിച്ചു വന്ന ജീവനുള്ള ദൈവമായ യഹോവയെപ്പറ്റി ഈ രാജാവിനും ഈ കൽദയ ദേശം മുഴുവനും ഒരു നല്ല അഭിപ്രായമുണ്ടായി, നല്ല മതിപ്പുണ്ടായി. അതുകൊണ്ട് തന്നെയല്ലേ രാജാവ് പറഞ്ഞത്, നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. പരിപൂർണ വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കും. അവൻ എന്ത് വില കൊടുത്തും ദൈവത്തോടുള്ള ആ ഭക്തി കാത്തു സൂക്ഷിക്കും. അതാണ് നാം ഇവിടെ കണ്ടത്. അവൻ കുരിശ് ചുമക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. സിംഹങ്ങളുടെ ഗുഹയിലിടുക അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുക എന്നാൽ അത് വളരെ കഷ്ടം പിടിച്ച ഒരു കാര്യമാണ്. തൻ്റെ ദൈവത്തിൽ അവൻ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചത് കൊണ്ടാണ് ദാനിയേൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയും നിലനിൽക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന ഒരു സംഭവമായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ദാനിയേലിൻ്റെ ചരിത്രം. അടുത്തതായി നമുക്ക് ചിന്തിക്കുവാനുള്ള വചനപാഠമാണ് 2 Corinthians chapter 6 verses 1 to 10. ഇവിടെ വിശുദ്ധനായ പൗലോസും സഭ ശുശ്രൂഷകന്മാരും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനും യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം ലോകമെമ്പാടും പ്രഘോഷിക്കുന്നതിനും വേണ്ടി സഹിക്കുന്ന കഷ്ടതകളെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. ശുശ്രൂഷകന്മാർ അങ്ങനെയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വേഴ്സ് 1, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കൊരിന്തിലെ സഭയിലെ ജനങ്ങളോടാണ് സഹപ്രവർത്തിക്കാർ എന്ന് പൗലോസ് അപ്പോസ്തലൻ സംബോധന ചെയ്തിരിക്കുന്നത്. ദേ ആർ കോവർക്കേഴ്സ്. അതിന് കാരണമുണ്ട്. സുവിശേഷം കേൾക്കുന്നവർ സുവിശേഷം പ്രഘോഷിക്കുവാനും ഉത്തരവാദപ്പെട്ടവരാണ്. വേഴ്സ് 2, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ
ചിലപ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും അത് കേൾക്കുന്നത്. എപ്പോൾ കേട്ടാലും കേൾക്കുന്ന സമയമാണ് അവരുടെ രക്ഷാദിവസം. അവർ അത് കൈക്കൊള്ളുന്നുവെങ്കിൽ അപ്പോഴാണ് അവരുടെ സുപ്രസാദകാലം. എന്തുകൊണ്ടവർ നേരത്തെ കേട്ടില്ല എന്ന് അവരോട് ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. അവരുടേതല്ല, നമ്മുടേതാണ് കുറ്റം. ശുശ്രൂഷകരാണ് അതിന് ഉത്തരവാദികൾ. വേഴ്സ് 3, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഇവിടെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുവാനോ അതുപോലെ ഇടർച്ചയുണ്ടാക്കുവാനോ ഒന്നിനും ശുശ്രൂഷകന്മാർ മുതിരില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ അത് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും തങ്ങളെ തന്നെ ശുശ്രൂഷകന്മാർ എന്ന് ഞങ്ങൾ കാണുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. വേഴ്സ് 5, ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇതാണ് ശുശ്രൂഷ. ശുശ്രൂഷകന്മാർ ഇങ്ങനെയായിരിക്കണം. കാരണം അവരെല്ലാം യേശു തങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ നിമിത്തം സ്വയം കുരിശ് വഹിക്കുന്നവരാണ്. ആ അനുഭവത്തിലാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. യേശുവിനെ ലോകത്തിന് കൊടുക്കുന്നതിൽ അവർ സ്വയം പ്രതിഷ്ഠിച്ചവരാണ്. മറ്റെല്ലാവരും അവരെ ദുഃഖിതരെന്നും ദരിദ്രരെന്നും ഒന്നുമില്ലാത്തവരെന്നും ഒക്കെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്നാൽ ദൈവമാണ് അവരുടെ ഹൃദയത്തെ നോക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് സുവിശേഷകരുടെ ലക്ഷ്യം. അവർ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കുന്നില്ല. യേശുവിനെ പോലെ ആയിത്തീരുക. യേശു പറയുന്നത് പറയുവാൻ പഠിക്കുക. യേശു ചെയ്തത് ചെയ്യുവാൻ പഠിക്കുക. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. യേശു പഠിപ്പിച്ചത് അനുസരിക്കുക. യേശുവിനെ പിന്തുടരുക, അനുഗമിക്കുക. അപ്പോൾ യേശു വഴി നടത്തും. നമ്മുടെ പാതയ്ക്ക് വേണ്ട ദിശ അപ്പോഴാണ് യേശു നിശ്ചയിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ദൈവം നടത്തിത്തരും. ശുശ്രൂഷകന്മാർ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണുമ്പോൾ ബഹുസഹിഷ്ണുത, സങ്കടം, പട്ടിണി ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? എങ്ങനെയാണ് അവർ കഷ്ടതയിൽ സ്വയം അഭിമാനിക്കുന്നത് എന്നാണ് നാം ഇവിടെ കണ്ടത്. അവസാനമായി നാം ചിന്തിക്കുന്നത് കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 24-29. ദൈവ ശുശ്രൂഷകന്മാർ എന്ന നിലയിൽ കഷ്ടം സഹിക്കുന്ന അഥവാ കുരിശ് ചുമക്കുന്ന നാം ആത്യന്തികമായി എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന്
പൗലോസ്ലിഹ വ്യക്തമാക്കിയിരിക്കുന്ന വേദഭാഗമാണിത്. വേഴ്സസ് 24 ഓൺവേർഡ്സ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നതാണ് ദൈവശുശ്രൂഷകന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതായിരിക്കണം അവരുടെ അൾട്ടിമേറ്റ് എയിം. ഇവിടെ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ്ലിഹ പറയുകയാണ്, ദൈവം എനിക്കൊരു ഉദ്യോഗം തന്നിരിക്കുന്നു. ദൈവവചന പ്രഘോഷണം, അതാണ് ആ ഉദ്യോഗം. അത് നിവർത്തിക്കുവാനായി ദൈവം പൗലോസ്ലിഹായെ സഭയുടെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നു. ആ ശുശ്രൂഷയിൽ പൗലോസ്ലിഹ അത്യന്തം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് വേഴ്സ് 29 നാം വായിക്കുന്നത്. അതായത് അനേകം കഷ്ടങ്ങളിൽ കൂടെ പൗലോസ്ലിഹ കടന്നു പോകേണ്ടതായി വന്നു. വളരെയധികം കഷ്ടതകൾ, പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ കുരിശ് ചുമക്കേണ്ടതായി വന്നു. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ്, പോരാടിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ അദ്ദേഹം അധ്വാനിച്ചത്. എന്താണിതിന് കാരണം? പൗലോസ്ലിഹായെ ഇത്രമാത്രം ദൈവശുശ്രൂഷയിൽ എക്സൈറ്റഡ് ആക്കി നിർത്തിയത് എന്താണ്? ഒരു വലിയ മർമ്മമാണ് പൗലോസ്ലിഹായ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അത് കാലങ്ങൾക്കും, അതായത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു ആ മർമ്മം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്ന ആ വലിയ സത്യം വെളിപ്പെട്ട് കിട്ടിയ പൗലോസ് അപ്പോസ്തലൻ അവനെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് പരിശ്രമിക്കുകയാണ്. പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ പൗലോസ്ലിഹായെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പൗലോസ്ലിഹായ്ക്ക് ഇക്കാര്യത്തിൽ ഊർജം നൽകുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരുവനിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു വാസം ചെയ്യുകയാണ്. അതൊരു വലിയ മർമ്മമാണ്. അപ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവനായി ഓരോരോ വ്യക്തികളെയും നിർത്തേണ്ടതിനാണ് പൗലോസ്ലിഹ ഈ പോരാടിക്കൊണ്ട് അധ്വാനിച്ചത്. ഇവിടെ വേഴ്സ് 24 നാം വായിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്താണ്? ഇത് ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അപൂർണതയോ
ഇനിയും എന്തൊക്കെയോ ക്രിസ്തുവിന് ചെയ്യാനുണ്ട് എന്നുള്ളതോ അല്ല. പിന്നെ എന്താണ് യേശുക്രിസ്തു പൂർണ്ണമാക്കാതെ ഇട്ടിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ കാര്യങ്ങളാണത്. യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചപ്പോൾ നമുക്കൊരു മഹാനിയോഗം തന്നാണ് വിട്ടിരിക്കുന്നത്, ദ ഗ്രേറ്റ് കമ്മീഷൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പറയുവീൻ, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. ഇതായിരിക്കണം നാം സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആ തീക്ഷ്ണത. ദിസ് ഈസ് വൈ വി ക്യാൻ റിജോയ്സ് ഇൻ അവർ സഫറിങ്സ്. നാം ക്രൂശ് വഹിക്കുന്നത് അതിനാൽ തന്നെ അർത്ഥപൂർണമാണ്. നാം കഷ്ടമനുഭവിക്കുന്നത് അതിന് ഫലമുണ്ട്. മറ്റുള്ളവരെ ദൈവത്തിനായി നേടുവാൻ ക്രിസ്തു ചെയ്ത രക്ഷാകര പ്രവർത്തികൾ ഹേതുവാകുവാൻ നാം ശുശ്രൂഷകരായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വേഴ്സ് 28 ആണ് സഭയുടെ ദർശനം. ശുശ്രൂഷകർ അതിനുവേണ്ടിയാണ് യത്നിക്കുന്നത്. എന്താണത്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നത്. പ്രസന്റ് എവ്രി വൺ മച്ചുർ ഇൻ ക്രൈസ്റ്റ്. ദൈവവചന പ്രഘോഷണം ഒരിക്കലും നിർത്തിക്കളയാവുന്നതല്ല. നാം പ്രസംഗിക്കുന്തോറും നാനാവശത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയും നമുക്ക് ശത്രുക്കളുണ്ടാകും. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ വലിയ ശുശ്രൂഷ നാം നിർവഹിക്കുന്നത്. നാം ആരും തന്നെ ഇതുവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്നിട്ടില്ല. നാം ആ വിശുദ്ധീകരണത്തിലേക്കുള്ള യാത്രയിലാണ്. We are to strive to present everyone mature in Christ. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.